താങ്ക് യു സോ മച്ച് മാം. കാരണം ഇതെൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. ഇന്ന് ഞാൻ ക്ലിയർ ആയി. എൻ്റെ എൻ്റെ ഈ ഒരു സക്സസിൻ്റെയും മെയിൻ റീസൺ മാം തന്നെയാണ്. കാരണം ഇതെൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ഒന്നും തന്നെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഓൺലി മാമിൻ്റെ ക്ലാസ് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. ഈവൻ അപ്ഡേറ്റഡ് സിനാരിയോസ് ആണ് ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാതെ ഞാൻ വീട്ടിലിരുന്ന് മാമിൻ്റെ ഓരോ സിനാരിയോയും ആ ഒരു വേ ഓഫ് ടോക്കിംഗ് എങ്ങനെ ചേഞ്ച് ചെയ്യണം, എന്തൊക്കെയാണ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ വന്ന മിസ്റ്റേക്സ്, അതെല്ലാം ഞാൻ സെൽഫായിട്ട് നോട്ടീസ് ചെയ്യുകയും അതിനനുസരിച്ച് മാമിൻ്റെ ആ ഒരു ക്ലാസ് ഉണ്ടല്ലോ, ആ ക്ലാസ്സിൻ്റെ എഫക്റ്റീവ്നെസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം വിതൗട്ട് ഒരു ഓഫ്ലൈൻ ട്രെയിനിങ് ഞാൻ പാസ്സാവണം എന്നുണ്ടെങ്കിൽ അതും പുതിയ സിനാരിയോ ആണ്. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതിയത് വേറെ സിനാരിയോ ആയിരുന്നു. അതിപ്പോൾ ചേഞ്ച് ആയാണ് സെക്കൻഡ് അറ്റംപ്റ്റ് എഴുതുന്നത്. എന്നിട്ട് പോലും ഞാൻ കരുതി ഓക്കെ, നമുക്ക് ആ ഒരു സിനാരിയോസ് അറിയാം, പിന്നെ ബാക്കിയെല്ലാം മാമിൻ്റെ ആ ഒരു ക്ലാസ്സിലെ ടെക്നിക്സ് അപ്ലൈ ചെയ്യാം എന്നൊരു രീതിക്കായിരുന്നു ഞാൻ പോയിരുന്നത്. ദൈവം എന്തായാലും അവിടെ എനിക്കൊരു സക്സസ് തന്നു, ക്ലിയർ ആയി. എനിക്ക് പറയാൻ വേർഡ്സ് ഇല്ല. കാരണം മാമിൻ്റെ ആ ഒരു ക്ലാസ്സിൻ്റെ എഫക്റ്റീവ്നെസ് കൊണ്ട് മാത്രമാണ് ഞാൻ വിതൗട്ട് ഓഫ്ലൈൻ ട്രെയിനിങ്, അതാണ് എനിക്ക് മെയിൻ പറയാനുള്ളത്, ഞാൻ ഇവിടെ ക്ലിയർ ആവുന്നത്. ഞാൻ സെൽഫ് പ്രാക്ടീസ് ചെയ്യുന്നു. മാം പഠിപ്പിക്കുന്ന ഓരോ സിനാരിയെയും ഞാൻ റിയൽ ആയിട്ട് എങ്ങനെയാണോ അതുപോലെ ഇമാജിൻ ചെയ്ത് പഠിക്കുമായിരുന്നു. പിന്നെ എന്താ പറയുന്നത്, മാം പറയുന്ന ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസും കറക്റ്റാണ്. അതായത് ഈവൻ ഓരോ ചെറിയ മൈന്യൂട്ട് ചേഞ്ചസ് പോലും മാം നമുക്ക് അപ്ഡേറ്റ് തരുക ഗ്രൂപ്പിൽ. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ ഏതൊക്കെ കോച്ചിങ് സെൻറ്ററിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്താലും മാമിൻ്റെ ആ ഒരു ക്ലാസ് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ മാം അത്രയും മൈന്യൂട്ട് ചേഞ്ചസ് വരെ നിങ്ങൾക്ക് പറഞ്ഞു തരുക. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുക, നിങ്ങൾ കോച്ചിങ് സെൻറ്ററിലൊക്കെ നിങ്ങൾ പൊക്കോളൂ, അവരുടെ ക്ലാസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ മാം പറയുന്ന ആ ഒരു ചില പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, മാം അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയും. അല്ലെങ്കിൽ ചില പോയിന്റ്സ് മാം പറയുമല്ലോ ക്ലാസ്സിൽ, നിങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്യണം. അപ്പം അങ്ങനെ റീസ്റ്റേറ്റ് ചെയ്തും പോയിന്റ് ഔട്ട് ചെയ്തും പറയുന്ന ഓരോ പോയിന്റ്സും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായും എല്ലാവരും ക്ലിയർ ആകും. കാരണം അങ്ങനെയാണ്. കാരണം അവർ ഒരുപാട് നമ്മളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഒരു മിനിമം നമ്മൾ ആ ഒരു സിമ്പത്തി, എമ്പതി അതൊക്കെയാണ് അവർ നോക്കുന്നത് കമ്മ്യൂണിക്കേഷനിലായാലും. പിന്നെ അതുപോലെ തന്നെ പ്രൊസീജിയറിൽ അവരങ്ങ് പക്ക ഒരു ക്വാളിറ്റി നോക്കുന്നില്ല. നമ്മൾ ചെയ്യുന്നിടത്തോളം ക്ലിയർ ആയിട്ട് ചെയ്യുക, അങ്ങനെയാണ്. ഇതിൽ സ്പീഡ് എന്ന് പറയുന്നതേ നമ്മൾ ടാസ്ക് ഫിനിഷ് ചെയ്യുക, ഓക്കെ, അതൊരു ടാസ്ക് തന്നെയാണ്. പക്ഷെ അതിലുപരി മാം പറയുന്നത് പോലെയുള്ള കമ്മ്യൂണിക്കേഷൻസിലുള്ള ഇമ്പോർട്ടൻസും, മാം ക്ലാസ്സിൽ പറയുമല്ലോ, ഓരോരോ കൺസേൺ പറയുമ്പോഴും അത് ഏത് പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, അത് കറക്റ്റ് മാമിൻ്റെ ആ ഒരു ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടും. ഓരോ കൺസേൺ അവർ പറയുമ്പോഴും ഓരോ സിനാരിയോ, എസ്പെഷ്യലി മെൻ്റൽ ഹെൽത്ത് സ്റ്റേഷൻ ആയാലും അവർ പറയുന്ന ഓരോ കൺസേൺ നമ്മൾ വെറുതെ അഡ്രസ്സ് ചെയ്യാതെ അതിന് നമ്മൾ കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ട് കുറച്ചും കൂടെ അവർക്കൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള സൊല്യൂഷൻ, ഓരോരുത്തരും അവരുടേതായിട്ടുള്ള മാം പറയുന്നതും അതിനോടൊപ്പം അത് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒരു പുതിയ സൊല്യൂഷൻസ് സെൽഫായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്ത് പഠിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ക്ലിയർ ആവും. മാമിനോടാണ് കേട്ടോ, എനിക്ക് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല, വേർഡ്സ് ഇല്ല. താങ്ക് യു സോ മച്ച് മാം.